ഒരു ഇസ്രായേലി പണ്ഡിതൻ്റെ കഥ പറയുന്നുണ്ട്. വളരെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു ദിവസം അയാളുടെ ഭാര്യ മരിക്കുകയുണ്ടായി. അയാൾക്ക് തീരെ സഹിക്കാനും കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അയാൾക്ക് അവളോട്. അങ്ങനെ ആ വീടിനുള്ളിൽ മുഴുവൻ സമയം അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ നീങ്ങിയിട്ടും അയാൾക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പ്രബോധനവും ഫത്വ കൊടുക്കലൊക്കെ അവിടെ നിർത്തിവെക്കേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിലൊരു വൃദ്ധയായ സ്ത്രീ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. വാതിൽക്കലെ കാവൽക്കാരനോട് ഒരുപാട് കെഞ്ചി പറഞ്ഞിട്ടാണ് അയാൾ അതിന് സമ്മതിച്ചത്. കാരണം ആ പണ്ഡിതൻ ഇപ്പോൾ ആർക്കും ഫത്വ ഒന്നും നൽകാറില്ലായിരുന്നു. പണ്ഡിതൻ്റെ അടുത്തെത്തിയിട്ട് ആ വൃദ്ധ പറയാണ്, ഞാൻ ഒരു സംശയം ചോദിക്കാൻ വന്നതാണ്. അങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി. എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ അയൽവാസിയോട് അവളുടെ ഒരു മാല കടം വാങ്ങിച്ചിരുന്നു. അവളതെനിക്ക് നൽകിയിട്ട് പറഞ്ഞു, ഉടനെ ഒന്നും നീ തിരിച്ചു തരണ്ടാന്ന്. ഒരുപാട് കാലത്തിന് ശേഷം ഒരു ദിവസം രാവിലെ അയൽവാസിൻ്റെ അടുക്കൽ വന്നിട്ട് ആ മാല ആവശ്യപ്പെട്ടു. അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ആ തന്ന ആളെപ്പോലും ഞാൻ മറന്നുപോയിരുന്നു. ഞാൻ അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടുകൊണ്ട് അത് അവൾക്ക് ഞാൻ തിരിച്ചു നൽകിയില്ല. ഉസ്താദെ, ഞാൻ എന്തിനാ ഇന്നത് അവൾക്ക് തിരിച്ചു നൽകേണ്ടത്? എനിക്കുള്ളതാന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം ഞാൻ അത് കൊണ്ടു നടന്നു. പണ്ഡിതൻ മറുപടി പറയാണ്, അതിൻ്റെ യഥാർത്ഥ അവകാശി അവൾ തന്നെയല്ലേ. തൽക്കാല ഉപയോഗത്തിന് നിങ്ങൾക്ക് തന്നെന്ന് വിചാരിച്ച് നിങ്ങളെങ്ങനെ അതിൻ്റെ അവകാശിയാവുക? അപ്പോൾ വെറുതെ തിരിച്ചു ചോദിക്കുകയാണ്, പിന്നെന്തിനാ നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഭാര്യൻ്റെ യഥാർത്ഥ ഉടമസ്ഥന് അത് പടച്ചോനല്ലേ. ഒരു ദിവസം റബ്ബ് തിരിച്ചെടുത്തതിന് പിന്നെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്തേലും കാര്യമുണ്ടോ? ഈ ചരിത്രം നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. ദീർഘകാലം ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് മനുഷ്യൻ വിചാരിച്ചു പോവുകയാണ് ഇതിൻ്റെ എല്ലാ അവകാശം അവനാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്തിലെ യാത്രക്കാരാണ്. നമ്മളിവിടെ ജീവിക്കുന്നതും താൽക്കാലികമായിട്ട് മാത്രമാണ്.